അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 19 വെള്ളിയാഴ്ച. അച്ചടക്ക നടപടിയുടെ ഭാഗമായി ആഭ്യന്തര വകുപ്പിൽ നിന്നും 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല. 50-ൽ താഴെ ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടുള്ളൂ എന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് സൂചിപ്പിക്കുന്നത്. ആയതിനാൽ പിരിച്ചുവിട്ടുവെന്ന് മുഖ്യമന്ത്രി പറയുന്ന 144 പേരുടെയും പട്ടിക പുറത്തുവിടണമെന്ന് ചെന്നിത്തല വെല്ലുവിളിച്ചു. ഇല്ലാത്ത പക്ഷം പറഞ്ഞ ഈ അവകാശവാദം പിൻവലിച്ച് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ബോധപൂർവം നുണ പറഞ്ഞ് സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും നിയമസഭയിൽ തെറ്റായ വിവരം നൽകിയതിന് മുഖ്യമന്ത്രിക്കെതിരെ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. ആയുഷ് മേഖലയിൽ നടപ്പിലാക്കുന്ന നൂതന സംരംഭങ്ങൾക്കുള്ള അംഗീകാരമാണ് ആയുഷ് മേഖലയിൽ നടപ്പിലാക്കിയ വിവര സാങ്കേതിക വിദ്യാ സേവനങ്ങൾ എന്ന വിഷയത്തിൽ കേരളത്തെ നോഡൽ സംസ്ഥാനമാക്കിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. നീതി ആയോഗ് വിളിച്ചു ചേർത്ത 4ാമത് ചീഫ് സെക്രട്ടറിമാരുടെ സമ്മേളനത്തിലാണ് കേരളത്തെ നോഡൽ സംസ്ഥാനമായി തെരഞ്ഞെടുത്തത്. ദേശീയപാതയിലെ പെട്രോൾ പമ്പുകളിലെ ശൌചാലയം പ്രവൃത്തി സമയങ്ങളിൽ മാത്രം തുറന്നുകൊടുത്താൽ മതിയെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 24 മണിക്കൂറും ശൌചാലയം അനുവദിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് തിരുത്തി. ശൌചാലയം ഉപഭോക്താക്കളല്ലാത്തവർ ഉപയോഗിക്കുന്നതിനെതിരെ പെട്രോൾ പമ്പ് ഉടമകൾ ശക്തമായി നിലപാട് എടുത്തിരുന്നു. എന്നാൽ പമ്പുകളിലെ ശൌചാലയം പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന ഉത്തരവായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചത്. അതേസമയം പമ്പുകളുടെ പ്രവൃത്തി സമയത്തിനനുസരിച്ച് മാത്രം ശൌചാലയം അനുവദിച്ചാൽ മതിയെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണിക്കെതിരെ SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ. ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തിന് ഉത്തരവിട്ടത് AK ആന്റണിയാണെന്നും ചെയ്യേണ്ടത് ചെയ്തെങ്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും ഗോപിനാഥൻ പറഞ്ഞു. K ഗോപിനാഥന്റെ പരാമർശത്തിൽ വിവാദത്തിന് താനില്ലെന്ന് AK ആന്റണി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് വീണ്ടും വിമർശനവുമായി ഗോപിനാഥൻ രംഗത്തെത്തിയത്. നടി റിനി ആൻ ജോർജ് നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ കേസെടുത്ത് സൈബർ പോലീസ്. ആലുവ സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, വിവിധ സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനലുകൾ എന്നിവർക്കെതിരെയാണ് റിനിയുടെ പരാതി. മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയാണ് ആലുവ സൈബർ പോലീസിന് കൈമാറിയത്. പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ തിരുവല്ല DYSP നന്ദകുമാർ, ആറന്മുള CI പ്രവീൺ എന്നിവർക്ക് എതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് ആഭ്യന്തര വകുപ്പ്. SP ചൈത്ര തെരേസ ജോണിന്റെ അന്വേഷണത്തിനൊടുവിൽ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. പോലീസിന്റെയും സർക്കാരിന്റെയും അന്തസ് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കേസ് അട്ടിമറിച്ചു എന്നാണ് കണ്ടെത്തൽ. സാമൂഹ്യ മാധ്യമങ്ങളിലും ചില മാധ്യമങ്ങളിലും തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ പോലീസിനും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്ന് CPM നേതാവും അധ്യാപികയുമായ KJ ഷൈൻ ടീച്ചർ. മുഖ്യമന്ത്രിക്കും DGPക്കും സംസ്ഥാന വനിതാ കമ്മീഷനും തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തം അവസാനിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാവണമെന്നും KJ ഷൈൻ പറഞ്ഞു. തനിക്കെതിരെയുണ്ടായ സൈബർ ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് KN ഉണ്ണികൃഷ്ണൻ MLA. തന്റെ രാഷ്ട്രീയ ജീവിതം കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM വനിതാ നേതാവ് KJ ഷൈനിനെതിരായ സൈബർ ആക്രമണവും ആരോപണവുമെല്ലാം CPM അധികാര രാഷ്ട്രീയത്തിന് പിന്നിലെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് കാര്യമില്ലെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. നിലനിൽപ്പിനു വേണ്ടി മാത്രമല്ല, നവീകരണത്തിനും പ്രതിരോധത്തിനും വളർച്ചയ്ക്കും കേരളം എപ്പോഴും സമുദ്രങ്ങളെയാണ് ഉറ്റുനോക്കിയിട്ടുള്ളതെന്ന് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന് മുന്നോടിയായുള്ള സംയുക്ത പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.
നീല സമ്പദ് വ്യവസ്ഥ വഴി ഇന്ത്യ യൂറോപ്പ് സഹകരണത്തിന് കേരളം പാലമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. സാഹിത്യകാരി അരുന്ധതി റോയിയുടെ പുതിയ പുസ്തകത്തിന്റെ കവർ ചിത്രത്തിനെതിരായ ഹർജിയിൽ കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ കവർ ചിത്രമായി പുകവലിക്കുന്ന ചിത്രം നിയമപരമായി മുന്നറിയിപ്പ് നൽകാതെ പ്രസിദ്ധീകരിച്ചു എന്നാണ് പരാതി. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകാതെയാണ് ചിത്രം പ്രസിദ്ധീകരിച്ചത് എന്നതിനാൽ പുസ്തകം വിൽക്കുന്നത് തടയണമെന്ന് അഭിഭാഷകനായ ഹർജിക്കാരൻ രാജസിംഹൻ ആവശ്യപ്പെട്ടു. MLA KT ജലീലിനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ പിന്തുണയ്ക്കാൻ ഒരു ഇടതുപക്ഷ നേതാവും വന്നിട്ടില്ലെന്നും പക്ഷേ KT ജലീൽ വന്നുവെന്നും അൻവർ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നല്ലോ KT ജലീലെന്നും എന്നിട്ട് അദ്ദേഹം മലപ്പുറത്തിനു വേണ്ടി എന്ത് ചുക്കാണ് ചെയ്തതെന്നും PV അൻവർ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചു. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. 17 പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. സമരക്കാർ സെക്രട്ടേറിയറ്റിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് ലാത്തിവീശി. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കം 12 പേരെ അറസ്റ്റ് ചെയ്തു. KSUക്കാരെ മുഖംമൂടി ധരിപ്പിച്ചതിനും പോലീസ് മൂന്നാം മുറയ്ക്കുമെതിരെയായിരുന്നു നിയമസഭാ മാർച്ച്. കൊടുവള്ളി MLA MK മുനീറിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഇന്നലെ പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ആരോഗ്യനിലയിലെ പുരോഗതി വ്യക്തമാക്കുന്നത്. നിലവിൽ വെന്റിലേറ്റർ സഹായമില്ലാതെയാണ് തുടരുന്നത്. മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ടായി തുടരാൻ താൽപര്യമില്ലെന്നറിയിച്ച് ഡോക്ടർ സുനിൽകുമാർ. സൂപ്രണ്ട് സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ സുനിൽകുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് കത്ത് നൽകി. സൂപ്രണ്ടായതോടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നറിയിച്ചാണ് കത്ത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് നിരോധിത ലഹരി വസ്തുക്കൾ എറിഞ്ഞുകൊടുക്കുന്ന സംഘത്തിലെ മൂന്നാമനും അറസ്റ്റിൽ. പനങ്കാവ് സ്വദേശി K റിജിലാണ് പിടിയിലായത്. ഈ കേസിൽ അത്താഴക്കുന്ന് സ്വദേശി മജീഫ്, പനങ്കാവ് സ്വദേശി അക്ഷയ് എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. കഴിഞ്ഞ മാസം ജയിലിലേക്ക് ബീഡി ഉൾപ്പെടെ എറിഞ്ഞു നൽകുന്നതിനിടെ അക്ഷയ് പിടിയിലാവുകയും മജീഫും റിജിലും കടന്നുകളയുകയുമായിരുന്നു. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ നാട്ടുകാരെ ഭീതിയിലാക്കുന്ന പുലിയെ മയക്കുവെടി വയ്ക്കാൻ വനം വകുപ്പ് ഉത്തരവിട്ടു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിന്റെ സബ്മിഷനുള്ള മറുപടിയായി വനം മന്ത്രി AK ശശീന്ദ്രനാണ് നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട് മാങ്കുറിശ്ശിയിൽ വയോധികരെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. പങ്കജയെ കൊലപ്പെടുത്തി രാജൻ ആത്മഹത്യ ചെയ്തതാണെന്ന് വ്യക്തമാക്കി പോലീസ്. പങ്കജയെ രാജൻ തലയണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശേഷം രാജൻ തൂങ്ങി മരിച്ചു. കൊലപ്പെടുത്തിയത് പങ്കജയുടെ സമ്മതത്തോടെയാണെന്നും അസുഖങ്ങളിലുള്ള മനോവിഷമമാണ് കാരണമെന്നും പോലീസ് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ നിർണായക നീക്കവുമായി പോലീസ്. അന്വേഷണ സംഘത്തിൽ IPS ഉദ്യോഗസ്ഥയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗർഭഛിദ്രം നടത്തിയെന്ന് പറയപ്പെടുന്ന യുവതിയുമായി ഇവർ സംസാരിച്ചുവെന്ന വിവരവുമുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിലും നേരിട്ടുള്ള പരാതി ലഭിച്ചിരുന്നില്ല. മൂന്നാം കക്ഷിയുടെ മൊഴിയുടെ സഹായത്തോടെയാണ് അന്വേഷണം തുടരുന്നത്. കോഴിക്കോട് ലഹരിമരുന്ന് ഉപയോഗത്തിനിടെ മരിച്ച യുവാവിന്റെ മൃതദേഹം സുഹൃത്തുക്കൾ ചതുപ്പിൽ ചവിട്ടിത്താഴ്ത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ രണ്ടാം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അന്ന് നടന്ന സംഭവങ്ങൾ വിശദമായി രഞ്ജിത്തിൽ നിന്നും പോലീസ് ചോദിച്ചറിഞ്ഞു. അസ്ഥികൾ ഒഴുക്കിയെന്ന് പ്രതികൾ പറയുന്ന വരയ്ക്കൽ ബീച്ചിലും തെളിവെടുപ്പ് നടന്നു. മറ്റ് 2 പ്രതികളെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന് സഹോദരൻ അരവിന്ദൻ. പേരൂർക്കട SHOയ്ക്കും SAP കമാൻഡന്റിനും കുടുംബം പരാതി നൽകി. ഇന്നലെ രാവിലെയാണ് ആനന്ദിനെ വാരക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആനന്ദ് 2 ദിവസം മുൻപ് 2 കൈകളിലെയും ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. സഹപ്രവർത്തകരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ശുശ്രൂഷ നൽകുകയും കൌൺസിലിംഗ് നൽകുകയും ചെയ്തിരുന്നു.
ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സീസൺ 5ന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൈനകരി പമ്പയാറ്റിൽ വിനോദസഞ്ചാര പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. IPL ക്രിക്കറ്റ് മാതൃകയിലുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ലീഗ് മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അഥവാ CBL. 3 മാസം നീളുന്ന 14 മത്സരങ്ങളുള്ള CBL ഡിസംബർ 6-ന് കൊല്ലത്തെ പ്രസിഡന്റ്സ് ട്രോഫിയോടെ സമാപിക്കും. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് അധ്യക്ഷനാകും. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മുഖ്യാതിഥിയാകും. കൊടിക്കുന്നിൽ സുരേഷ് MP വിശിഷ്ടാതിഥിയാകും. തോമസ് K. തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തും. തെക്കൻ കേരളത്തെ കേന്ദ്രീകരിച്ചാണ് CBL മത്സരങ്ങളിൽ ഭൂരിഭാഗവും നടക്കുന്നത്. മലബാർ മേഖലയിലും മധ്യ കേരളത്തിലും 3 മത്സരങ്ങൾ വീതം നടക്കും. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പ്രമാണിച്ച് കുട്ടനാട് താലൂക്കിലെ കൈനകരി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. ഇവിടുത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. അതേസമയം പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുമെന്നും കളക്ടർ അറിയിച്ചു. കൺഗ്രാചുലേഷൻസ് മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. തമിഴ്നാടിന്റെ അവകാശങ്ങളും ഭാഷയും സ്വത്വവും സംരക്ഷിക്കുമെന്നും തമിഴ്നാടിനെ ഒരിക്കലും തലകുനിക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ സ്ഥാപക ദിനവും പെരിയാറിന്റെയും അണ്ണായുടെയും ജന്മവാർഷികവും പ്രമാണിച്ച് കരൂരിൽ നടന്ന മുപ്പഴും വിഴയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു സ്റ്റാലിൻ. തമിഴ് ഹാസ്യനടൻ റോബോ ശങ്കർ അന്തരിച്ചു. 46 വയസ്സായിരുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ കുഴഞ്ഞു വീണ് ഒരാഴ്ചയായി ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 8:30ഓടെയായിരുന്നു അന്ത്യം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു ശേഷം കരളും വൃക്കയും തകരാറിലായതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. ധർമ്മസ്ഥലയിൽ നിന്ന് വീണ്ടും തലയോട്ടി കിട്ടിയതായി റിപ്പോർട്ട്. ബംഗലഗുഡെ വനത്തിൽ നിന്നും ലഭിച്ചത് 2 തലയോട്ടികളാണ്. തലയോട്ടിക്കൊപ്പം അസ്ഥികൂടവും ലഭിച്ചിട്ടുണ്ട്. സമീപത്തു നിന്ന് 7 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരാളുടെ തിരിച്ചറിയൽ കാർഡും തിരച്ചിലിൽ കിട്ടി. ഇതോടെ 2 ദിവസത്തെ തിരച്ചിലിൽ കിട്ടിയ തലയോട്ടികളുടെ എണ്ണം 7 ആയി. അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ വൻ തട്ടിപ്പ് നടത്തിയെന്ന അമേരിക്കൻ ഷോർട്ട് സെല്ലർ കമ്പനിയായ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ട് തള്ളി അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകി സെബി. അദാനി ഗ്രൂപ്പിനെതിരെ ഉയർന്ന ഓഹരി വിപണിയിലെ കൃത്രിമം കാണിച്ചെന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദാനി ഗ്രൂപ്പിനെതിരായ നടപടികൾ അവസാനിപ്പിക്കും. അദാനി ഗ്രൂപ്പിനെതിരായ വാർത്തകൾ വിലക്കിയ ഉത്തരവ് ദില്ലി കോടതി റദ്ദാക്കി. സിവിൽ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കില്ലെന്ന് നിരീക്ഷിച്ചാണ് 4 മാധ്യമ പ്രവർത്തകരെ വാർത്ത നൽകുന്നതിൽ നിന്നും വിലക്കിയ ഉത്തരവ് കോടതി റദ്ദാക്കിയത്. രവി നായർ അടക്കം 4 മാധ്യമ പ്രവർത്തകർ നൽകിയ അപ്പീലിലാണ് കോടതിയുടെ ഉത്തരവ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെറ്റിദ്ധാരണ പടർത്താൻ ശ്രമിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഹുൽ നടത്തിയ യാത്രാ വോട്ട് മോഷണത്തിനെതിരെ ആയിരുന്നില്ലെന്നും അത് നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് അമിത്ഷാ ബീഹാറിലെ റോഹ്താസിൽ നടന്ന റാലിയിൽ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെ പറഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി രാഹുൽ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് രാഹുലിനെതിരെ ആഞ്ഞടിച്ച് അമിത്ഷാ രംഗത്തെത്തിയത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണ ആരോപണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന BJP നേതാവ് അനുരാഗ് ഠാക്കൂർ. രാഹുൽ ഗാന്ധിയുടേത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പതിവ് ശൈലിയാണെന്നും തുടർച്ചയായ തിരഞ്ഞെടുപ്പ് പരാജയങ്ങളിലെ നിരാശയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുന്നതിന് പകരം പൂത്തിരി കത്തിച്ച് മടങ്ങിയെന്നും ഠാക്കൂർ പരിഹസിച്ചു. അഹമ്മദാബാദിലെ വിമാന അപകടത്തിൽ ബോയിങ്ങിനും കോക്പിറ്റിലെ ഇന്ധന സ്വിച്ച് മാറ്റിയ ഹണിവെല്ലിനുമെതിരെ അമേരിക്കയിൽ കേസ് ഫയൽ ചെയ്ത് മരിച്ചവരുടെ കുടുംബം. അമേരിക്കയിലെ ഡെലവെയറിലെ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ധന സ്വിച്ച് തകരാറിലായതാണ് അപകട കാരണമെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത്. ഇതാദ്യമായാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ US-ൽ കേസ് ഫയൽ ചെയ്യുന്നത്. ഖജുരാഹോയിലെ ജവാരി ക്ഷേത്രത്തിലെ വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഹർജി പരിഗണിക്കവെ നടത്തിയ ദൈവത്തോട് പോയി പറയൂ എന്ന പരാമർശത്തിനെതിരെ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ചീഫ് ജസ്റ്റിസ് BR ഗവായി. ഒരു മതത്തെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഇന്ത്യയുടെ മതനിരപേക്ഷതയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും എല്ലാ മതങ്ങളോടും തനിക്ക് ആഴമായ ബഹുമാനമുണ്ടെന്നും
തന്റെ പ്രസ്താവന ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തിയെങ്കിൽ അതിൽ താൻ ഖേദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെ കേടുപാടുകൾ സംഭവിച്ച വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് നടത്തിയ പരാമർശമാണ് വിവാദമായത്. ആണവശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താൻ ഇടപെട്ട് അവസാനിപ്പിച്ചെന്ന് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര ബന്ധം ഉണ്ടാകില്ലെന്ന് താക്കീത് നൽകിയാണ് താൻ ഇടപെട്ടതെന്നും ട്രംപ് വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നും സുഹൃത്തു കൂടിയായ മോദിയോട് താൻ സംസാരിച്ചുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ലോകത്തിലെ ആദ്യത്തെ ഹൈ പവർ ലേസർ ഇന്റർസെപ്റ്റർ സിസ്റ്റം വിന്യസിച്ച് ഇസ്രായേൽ. അയൺ ബീമിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇസ്രായേൽ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് വിവരം. ഈ സംവിധാനം ഏറ്റവും ഫലപ്രദവും യുദ്ധത്തിൽ വിജയകരമായി പരീക്ഷിച്ചതാണെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇന്ത്യയ്ക്ക് മേൽ ചുമത്തിയ താരിഫിൽ 25% അമേരിക്ക പിൻവലിച്ചേക്കുമെന്ന സൂചന നൽകി മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത നാഗേശ്വരൻ. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനുള്ള പിഴ താരിഫായി ചുമത്തിയ 25% നവംബറോടെ പിൻവലിച്ചേക്കുമെന്നാണ് വിവരം. വ്യാപാര കരാറിന്മേലുള്ള ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് നിർണായക സൂചനകൾ പുറത്തുവരുന്നത്. തീരുവയുടെ പേരിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ നീക്കം വിജയിക്കില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്. ഇന്ത്യയും ചൈനയുമൊന്നും അത്തരം അന്ത്യശാസനങ്ങൾക്ക് വഴങ്ങില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്താൻ ചൈനയോടും ഇന്ത്യയോടും അമേരിക്ക ആവശ്യപ്പെടുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും കൂടുതൽ അകലുകയാണ് ചെയ്യുകയെന്നും അദ്ദേഹം പറഞ്ഞു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ജാവലിൻ ത്രോയിൽ നിലവിലെ ചാമ്പ്യൻ ഇന്ത്യയുടെ നീരജ് ചോപ്രയ്ക്ക് മെഡലില്ലാതെ മടക്കം. തന്റെ മികച്ച ദൂരം കണ്ടെത്താനാവാതിരുന്ന നീരജ് 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതേസമയം 86.27 മീറ്റർ ദൂരം താണ്ടി ഇന്ത്യയുടെ സച്ചിൻ യാദവ് 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. തന്റെ 4ാം ശ്രമത്തിൽ തന്നെ 88.16 മീറ്റർ ദൂരം താണ്ടിയ ട്രിൻബാഗോയുടെ കെഷോം വാൽക്കോട്ടാണ് സ്വർണം നേടിയത്. ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ആവേശ പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെ 6 വിക്കറ്റിന് വീഴ്ത്തിയ ശ്രീലങ്ക ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ 4-ലെത്തി. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ ഉയർത്തിയ 170 റൺസ് വിജയലക്ഷ്യം കുശാൽ മെൻഡിസിന്റെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ശ്രീലങ്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 18.4 ഓവറിൽ മറികടന്നു. 52 പന്തിൽ 74 റൺസുമായി കുശാൽ മെൻഡിസ് പുറത്താകാതെ നിന്നു. ഈ ജയത്തോടെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ശ്രീലങ്കയും ബംഗ്ലാദേശും സൂപ്പർ 4-ലെത്തിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ സൂപ്പർ 4-ലെത്താതെ പുറത്തായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽത്തുമ്പിൽ.